വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ചെറിയൊരു മേക്കപ്പാണ്. എന്നാൽ പിന്നെ അത് വീഡിയോ ആക്കി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ആണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാമെന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലമ്മിൻ്റെ 24 ഹവേഴ്സിൻ്റെ ഒരു മോയ്സ്ചറൈസറാണിത്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. നല്ല ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിന് യൂസ് ചെയ്യുന്നത് സൂപ്പറായിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു മൾബറി ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഓഫറിന് മേടിച്ച കേട്ടോ, ഒരു 100 റുപ്പീസിൽ കിട്ടിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കായിരുന്നു. ഇതൊക്കെ യൂസ് ചെയ്താൽ ലിപ്പിൻ്റെ പണിക്കുറ്റ എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതി. എന്നാലും നല്ലൊരു ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. ടിഷ്യൂ കഴിഞ്ഞ കാരണം എൻ്റെ ഉണ്ണിയുടെ പിന്നിക്കെട്ടി എടുത്തിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. ഇപ്പോൾ അതൊന്നും യൂസ് ചെയ്യാത്ത കാരണം ആവശ്യമില്ലാതെ ഇവിടെ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫൗണ്ടേഷൻ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ സ്കിൻ ടോണിൽ നല്ല സെറ്റായി എടുക്കുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ്. അവസാനം ഞാൻ മുടി എങ്ങനെ കെട്ടാമെന്നായിരുന്നു ചിന്തിച്ചത്. അപ്പോൾ തട്ടം വെറുതെ ചുറ്റിക്കെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ തട്ടത്തിൻ്റെ ഒരു പണിയാണ് പിന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് കുത്തിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്.